ഏത് തലത്തിലേക്ക് അവകാശവാദങ്ങൾക്കപ്പുറത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കാനാകുന്നുണ്ടോ ആരാദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായിരിക്കും സാധ്യത? എന്താണ് നിലമ്പൂരിൽ ഗ്രൗണ്ടിൽ സംഭവിക്കുന്നത്? നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്നോ നാളെയോ എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ അങ്ങനെ മുന്നണികൾക്കുള്ളിൽ ചൂട് പിടിക്കുകയാണ്. UDF-ലേക്ക് വന്നാൽ ഏറെ നാളായി അവിടെ ഒരു ആശയക്കുഴപ്പമുണ്ട്. സമീപകാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ട്രെൻഡ്, ഈ അടുത്തുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ സജ്ജരാണ് എന്ന് പറയാൻ UDF-ന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ നിലമ്പൂരിലും അതേ ലക്ഷ്യമുള്ള UDF നിലമ്പൂർ പിടിച്ചുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ തയ്യാറാവുന്ന UDF-ന് പക്ഷേ ഒരു സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു ഫൈനൽ ഫോർമുലയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉള്ള വിലയിരുത്തലിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. VS ജോയിയോ ആര്യാടൻ ഷൗക്കത്തോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ ആര്യാടൻ ഷൗക്കത്ത് മറുകണ്ഠം ചാടുമോ എന്നുള്ള ആശങ്കയിൽ VS ജോയിയെയും ആര്യാടൻ ഷൗക്കത്തിനെയും സമവായപ്പെടുത്തിക്കൊണ്ട് രണ്ടുപേർക്കും സ്വീകാര്യമായ ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ള ആശങ്ക കോൺഗ്രസിനുണ്ട്. അതിനിടയിലാണ് PV അൻവർ വീണ്ടും ഒരു നിലപാടുമായി ജോയിയെ പിന്തുണച്ചുകൊണ്ട് വരുന്നത്. അപ്പോഴൊക്കെ കോൺഗ്രസിൻ്റെ മേൽ സമ്മർദ്ദം ഇരട്ടിയാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ ഒരു കൃത്യമായ ഒരു ഫോർമുല വേണം. അത് തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. അപ്പോഴാണ് ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കൊക്കെ നീളുന്നത്. അത് ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസിലെ ആശയക്കുഴപ്പം മുതലെടുത്തുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെ, ഒരു പ്രസ്താവന തന്നെയാണ് ഗോവിന്ദൻ മാഷ് നടത്തിയിട്ടുള്ളത്. നല്ല രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് വരികയാണ്. സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികളെ ഞങ്ങൾ തീരുമാനിക്കും. വലിയ രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഇവിടെ ആ തരത്തിൽ സ്ഥാനാർത്ഥിയെ അന്തിമമായി തീരുമാനിക്കുന്ന ഒരു ചർച്ചയിലേക്കും കടന്നിട്ടില്ല. പ്രാഥമികമായി പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിനൊരു നടപടിക്രമമുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നേ ഉള്ളൂ. എന്തായാലും ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെയൊക്കെ ആശങ്കകൾ, അവിടെയും വാക്പോരിന് യാതൊരുവിധ കുറവുമില്ല. ആക്രമണം പ്രത്യാരോപണം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ഒരു ക്ലൈമാക്സിലേക്ക് നിലമ്പൂരിൽ കാര്യങ്ങൾ എത്തുമോ? UDF-ന് ഇനി മൂന്നാമതൊരു സ്ഥാനാർത്ഥി വരുമോ? CPM പരീക്ഷിക്കാൻ പോകുന്ന ഒരു സ്വതന്ത്രൻ ആരായിരിക്കും? അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്വതന്ത്ര പരീക്ഷണം CPM തുടരുമോ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. നിലമ്പൂരിലൊരു പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ കാര്യങ്ങൾ ചൂട് പിടിച്ച് നല്ലൊരു ആവേശത്തിലേക്ക്, ഊർജ്ജത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്.